ലോകമെമ്പാടും വാലന്റൈൻസ് ദിനം ആഘോഷിക്കപ്പെടുകയാണ്. സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും പ്രണയലേഖനങ്ങൾ ഇപ്പോഴും കമിതാക്കൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. പ്രണയികൾക്ക് വളരെ പ്രധാനപ്പെട്ട പ്രണയലേഖനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കാം. ലോകത്തിലെ ആദ്യത്തെ പ്രണയലേഖനം എഴുതിയത് ആരാണെന്നറിയാമോ? എല്ലാ വർഷവും ഫെബ്രുവരി 14-നാണ് വാലന്റൈൻസ് ദിനം ആഘോഷിക്കപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രണയികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വാലന്റൈൻസ് ദിനം. ഇന്നത്തെ കാലത്ത് യുവാക്കൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രണയം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. മെസ്സേജ് അയച്ച് മിനിറ്റുകൾക്കുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ ആളുകൾ സമ്മർദ്ദത്തിലാകും. എന്നിരുന്നാലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രണയികൾക്ക് ആശയവിനിമയം നടത്താനുള്ള ഏകമാർഗം പ്രണയലേഖനങ്ങളായിരുന്നുവെന്ന് നാം ഓർക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുകയും പ്രതികരണത്തിനായി വളരെ നേരം കാത്തിരിക്കുകയും വേണം. അയച്ച കത്ത് ശരിയായ ആളിൽ എത്തിയോ അതോ മറ്റൊരാളുടെ കണ്ണിൽപ്പെട്ടോ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നുപോകുന്നു. ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം ആ പ്രണയലേഖനം തുറന്നു വായിക്കുമ്പോൾ ലഭിക്കുന്ന വികാരം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് പ്രണയികൾ തമ്മിലുള്ള ഏറ്റവും അടുപ്പമുള്ള കാര്യങ്ങളിലൊന്ന് പ്രണയലേഖനമായത്. പ്രണയലേഖനത്തിന് പിന്നിലെ ചരിത്രവും പശ്ചാത്തലവും എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ പ്രണയലേഖനത്തിന് 4000 വർഷങ്ങൾ പഴക്കമുണ്ട്. ആധുനിക ഇറാഖിൽ നാഗരികതയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന പുരാതന മെസപ്പൊട്ടോമിയയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇതെഴുതിയത്. സുമേറിയക്കാർ ഉപയോഗിച്ചിരുന്ന എഴുത്ത് സമ്പ്രദായമായ ക്യൂണിഫോം ലിപിയിൽ കളിമണ്ണിൽ കുത്തിവച്ചിരിക്കുന്നതാണ് ഈ പ്രണയലേഖനം. ഇന്നത്തെ ഇറാഖിലെ ഒരു പ്രധാന സുമേറിയൻ നഗരമായ നിപ്പൂരിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ചരിത്രപ്രധാനമായ കത്ത് കണ്ടെത്തിയത്. ഉർ രാജവംശത്തിലെ 4ാമത്തെ രാജാവായ ഷൂസിന്നിന് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനോഹരമായ കാവ്യാത്മക ശൈലിയിൽ എഴുതിയ കത്ത് ഇന്നും പലരും അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒന്നായി തുടരുന്നു. കത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയുന്നതിനു മുമ്പ് അതിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കത്ത് എഴുതിയ ഷുസിൻ ഒരു ശക്തനായ സുമേറിയൻ രാജാവായിരുന്നു. ഊർ രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ഷൂജിൻ അവിടെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അക്കാലത്തെ എല്ലാ സുമേറിയൻ രാജാക്കന്മാരും ഒരുതരം പവിത്രമായ വിവാഹച്ചടങ്ങുകൾ അനുഷ്ഠിച്ചിരുന്നു. അതായത് ഇന്നാന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദൈവവും രാജാവും തമ്മിലുള്ള വിവാഹച്ചടങ്ങ് അവർ പിന്തുടരുന്നുണ്ട്. ആചാരത്തിൽ ദേവതയെ ഉൾക്കൊള്ളാൻ ഉയർന്ന പദവിയിലുള്ള വനിതാ പുരോഹിതയെ തിരഞ്ഞെടുക്കും. ലോകത്തിലെ ആദ്യ പ്രണയലേഖനം ആ വനിതാ പുരോഹിതൻ ഷൂസിൻ രാജാവിനെ എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്റെ വരൻ, എന്റെ പ്രിയെ, നിന്റെ സൗന്ദര്യം അത്ഭുതകരമാണ്. തേൻ പോലെ മധുരമുള്ളതാണ്. നീ ഇനാനയുടെ പ്രിയപ്പെട്ട സിംഹമാണ്. നീ എന്നെ ആകർഷിച്ചു. നിന്റെ മുന്നിൽ ഞാൻ നിശബ്ദനായി നിൽക്കുന്നു എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്.